ഉണ്ടാക്കിയപ്പോഴത്തെ ആ ഒരു മാങ്ങയുടെ ഒക്കെ ഒരു സ്ലൈസിന്റെ ഒക്കെ ഒരു ശരിക്കുള്ള ഫ്ലേവർ ഇപ്പോഴാണ് നമുക്ക് കിട്ടുന്നത്. അടിപൊളി. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് കുവൈറ്റിലെ ഏറ്റവും വലിയ ഫിഷ് മാർക്കറ്റായ ഷെർക്കിലാണ് കേട്ടോ. അപ്പോൾ വേനലായിട്ട് ഞങ്ങളുടെ കൂട്ടുകാർ, ഞങ്ങൾ കോളേജിൽ പഠിച്ച കൂട്ടുകാരെല്ലാം കൂടെ ഒരുമിച്ച് കൂടുകയാണ് കുവൈറ്റിൽ. അപ്പോൾ ഷെഫ് പിള്ള നമ്മളെ പരിചയപ്പെടുത്തി തന്ന ഫിഷ് നിർവാണ ഉണ്ടാക്കാൻ വേണ്ടി പോകണം. അതിനുവേണ്ടിയുള്ള ഫ്രഷ് മീൻ മേടിക്കാൻ വേണ്ടി നമ്മുടെ ഷെർക്കിലുള്ള ഫിഷ് മാർക്കറ്റിൽ വന്നാണ്. ഫിഷ് നിർവാണയും ഫിഷ് മാർക്കറ്റിലെ കാഴ്ചകളുമാണ് ഈ വീഡിയോക്കകത്തുള്ളത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ലെന്നി. വെൽക്കം ടു LT. കുവൈറ്റിൽ ആദ്യമായി എത്തുന്നവർക്കെല്ലാം ഈ ഫിഷ് മാർക്കറ്റ് ഒരു കൗതുകമുള്ള കാഴ്ച തന്നെയാണ്. അപ്പോൾ നമ്മുടെ ഷെർക്കിൽ സൂക്ക് ഷെർക്കിനോട് അടുത്ത് തന്നെയാണ് ഈ ഫിഷ് മാർക്കറ്റ് സ്ഥിതി ചെയ്യുന്നത്. പുറത്തുനിന്ന് നോക്കിയാൽ ഒരിക്കലും ഇതൊരു ഫിഷ് മാർക്കറ്റാണെന്ന് പറയത്തില്ല എന്നുള്ളതാണ് സത്യം. കടൽ തീരത്ത് അതിസുന്ദരമായൊരു ബിൽഡിംഗാണ് ഫിഷ് മാർക്കറ്റായിട്ട് ഇരിക്കുന്നത്. ശരിക്കും പുറത്തുനിന്ന് നോക്കുമ്പോൾ തന്നെ നിങ്ങൾ അവിടെ പോയവർക്കത് മനസ്സിലാകും. നല്ല ഫിഷ് മാർക്കറ്റിൻ്റെ അലമ്പോ ഒച്ചയോ ഒന്നുമില്ല പുറത്തുനിന്ന് നോക്കുമ്പോൾ. അകത്ത് കയറുമ്പോൾ ഇച്ചിരി സൗണ്ടും കാര്യങ്ങളും കടകളും ബഹളവും എല്ലാം ഉണ്ട്. പക്ഷെ അതൊക്കെ സ്വാഭാവികമായിട്ടുള്ളൊരു കാഴ്ചയാണ്. പുറത്തുനിന്ന് നോക്കുമ്പോൾ അതിസുന്ദരമായ കാമാൻ കുവൈറ്റായിട്ടുള്ളൊരു അടിപൊളി ബിൽഡിങ്ങും ഒരു പാർക്കിങ്ങും ഒക്കെ ആയിട്ടാണ്. അപ്പോൾ നമുക്ക് നേരെ ഫിഷ് മാർക്കറ്റിനകത്തേക്ക് കയറിയിട്ടുള്ള കാഴ്ചകൾ നോക്കാം കേട്ടോ. ഫിഷ് മാർക്കറ്റിൽ വന്നു. നെയ്മീനാണ് മേടിച്ചിരിക്കുന്നത്. ആദ്യത്തെ ടോപ്പിൽ തന്നെ നമ്മൾ നെയ്മീൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇവിടെ തന്നെ കട്ട് ചെയ്തിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ അവിടുന്ന് കട്ട് ചെയ്ത് തന്നെയാണ് മേടിച്ചത്. കാരണം നമ്മൾ കട്ട് ചെയ്ത കുറച്ച് പീസ് മിസ്സായി പോകും. അതുകൊണ്ട് തന്നെ നമ്മൾ അവിടുന്ന് കട്ട് ചെയ്ത് മേടിച്ചു. അപ്പോൾ മലയാളി കടകളാണ് കേട്ടോ. നമ്മൾ സൂക്ക് ഷെർക്കിൽ ഫിഷ് മാർക്കറ്റിൽ നമ്മൾ ചെല്ലുവാണെങ്കിൽ അവിടെ ഒരുപാട് മലയാളി ഷോപ്പുകളുണ്ട്. ഇപ്പം മീൻ മേടിക്കാനാണെങ്കിൽ നമ്മുടെ ആൾക്കാർ തന്നെ ഒരുപാട് കടകളുണ്ട് കേട്ടോ. അവിടുന്ന് തന്നെയാണ് മേടിച്ചത്. ഒരുപാട് റേറ്റോ കാര്യങ്ങളോ ഒന്നും ആയിട്ടില്ല. അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ നല്ല ഭംഗിയായിട്ട് ഉപ്പൊക്കെ ഇട്ട് നല്ല രീതിയിൽ നമ്മുടെ നെയ്മീനെ നല്ല കഴുകി നമ്മൾ റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഫിഷ് നിർവാണ എന്ന ഈ ഐറ്റം മലയാളികളിലേക്ക് എത്തിച്ചത് ഷെഫ് പിള്ളയുടെ വീഡിയോസിലൂടെയാണ്. അപ്പോൾ നമുക്ക് അദ്ദേഹത്തിൻ്റെ അനുഗ്രഹത്തോടെ തന്നെ തുടങ്ങാം. അപ്പോൾ കഴിഞ്ഞ ദിവസമെല്ലാം ഞങ്ങളിത് കണ്ട് ഏകദേശമൊക്കെ പഠിച്ചിട്ടാണ് നമ്മളിത് ചെയ്യാൻ വേണ്ടി തുടങ്ങുന്നത്. അപ്പം അറിയാവുന്നവർക്ക് വേണേൽ സ്കിപ്പ് ചെയ്ത് പോകാം. ഇതിൻ്റെ അകത്ത് വലിയ മാറ്റങ്ങളായിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ നമ്മൾ ഒരു ട്രൈ ആണ്, എങ്ങനെ ഇരിക്കുമെന്ന് അവസാനം കാണാം കേട്ടോ. അപ്പോൾ നേരെ തുടങ്ങുവാണ്. മസാല വളരെ സിമ്പിളാണ്. അതായത് നമ്മൾ കഴുകി വെച്ച മീന് നമ്മൾ മസാല റെഡിയാക്കുന്നു. അതായത് മുളക് പൊടി, ആവശ്യത്തിന് കുരുമുളക്, മഞ്ഞൾപ്പൊടി, അതിനുശേഷം നമ്മൾ ഉപ്പിട്ടു. അതിനുശേഷം നമ്മൾ നാരങ്ങയും കൂടെ പിഴിഞ്ഞ് ശരിക്കും ഒന്ന് മിക്സ് ചെയ്യുന്നു. ഒരു നാരങ്ങ ഫുള്ളായിട്ട് പിഴിഞ്ഞ് നല്ല മസാല സെറ്റാക്കുന്നു. അതിനുശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീനിൻ്റെ പീസിൽ നല്ല രീതിയിൽ തേച്ച് പിടിപ്പിച്ച് നമ്മൾ 1 മണിക്കൂർ വെക്കുന്നു. ശരിക്കും ആ മസാല പിടിക്കണം. അങ്ങനെ നമ്മൾ മീനിൽ നല്ല രീതിയിൽ മസാല തേച്ച് നല്ല റെഡിയാക്കിയിട്ടുണ്ട്. നമ്മളൊരു വാഴയില തന്നെയാണ് വെച്ചിരിക്കുന്നത്. കാണുമ്പോൾ ഒരു രസമല്ലേ? അപ്പോൾ അതേടെ മസാല തേച്ച് അവനെ അവിടെ ഇരിക്കട്ടെ 1 മണിക്കൂർ. മസാല തേച്ച് 1 മണിക്കൂറുണ്ട്. അപ്പോൾ നമ്മുടെ കൂട്ടുകാർ പാട്ട് പാടാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് കോളേജിൽ, അതായത് നേഴ്സിംഗ് പഠിച്ചവരാണ്. ആചാര്യ കോളേജ് ബാംഗ്ലൂരിൽ നേഴ്സിംഗ് പഠിച്ചവരാണ്. അപ്പോൾ ഞങ്ങളുടെ ജൂനിയേഴ്സും, അതായത് ഞങ്ങളുടെ സീനിയർ ആയിട്ടുള്ള നഴ്സിംഗ് ചേട്ടനും ഞങ്ങളെല്ലാവരും കൂടെ കുവൈറ്റിലെത്തിയപ്പോൾ ഞങ്ങളെല്ലാം കൂടെ ഒരു ഗ്രൂപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനത്തെ മീറ്റപ്പ് ഉണ്ട്. അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ സ്പെഷ്യൽ നമ്മളെല്ലാം ഒരുമിച്ച് കൂടിയിട്ട് ഫിഷ് നിർവാണം ഉണ്ടാക്കാമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒരു വീഡിയോ എടുത്തെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നേടെ പാട്ടും മേളമൊക്കെ നടക്കുന്നു. അപ്പോൾ നേടെ നമ്മൾ വീണ്ടും നേടെ അടുക്കളയിലോട്ട് പോയി. അടുക്കളയിൽ നേടെ ഫിഷ് നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി പോവാണ്. നമ്മൾ വെളിച്ചെണ്ണയിലാണ് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ വേണ്ടേ പാൻ വെച്ചു. നമ്മുടെ ഒരു ചെറിയതായിട്ട് കറിവേപ്പില നമ്മൾ, അതായത് അടുക്കി പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് കറിവേപ്പില നമ്മൾ ഇടുന്നത്. അതിനുശേഷം നമ്മൾ ചെറിയ ഫ്ലെയിമിൽ നമ്മൾ പാൻ വെച്ചിട്ട് അതിലേക്ക് കറിവേപ്പിലയൊക്കെ ഇട്ടിട്ട് നമ്മൾ ഫിഷ് നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുവാണ്. അതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. അതായത് നമ്മൾ മസാല തേച്ചു, അതിനുശേഷം നമ്മൾ 1 മണിക്കൂർ വെച്ചു, അതിനുശേഷം നമ്മൾ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുവാണ്.
ഫ്രൈ ചെയ്ത് എടുത്തതിന് ശേഷമാണ് നമ്മൾ നമ്മുടെ ഫിഷ് നിർവാണയുടെ പ്രധാന ഘട്ടത്തിലേക്ക് കിടക്കുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് ആ ഫിഷ് കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ഏകദേശം ഒരു സൈഡായിട്ടുണ്ട്, നമ്മളവനെ പതുക്കെ ഒടിയാതെ നമ്മളവനെ തിരിച്ചിടുവാണ് കേട്ടോ. കുഴപ്പമൊന്നുമില്ല. നമ്മുടെ ഷെഫ് ലീനയാണ്. ലീന വളരെ മനോഹരമായിട്ട് തന്നെ അത് കൈകാര്യം ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഫിഷ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമ്മളവനെ കോരി വെക്കുവാണ്. അപ്പോൾ നമ്മൾ 10 പീസാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ 2-3 പ്രാവശ്യമായിട്ട് എടുത്ത് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതാണ്ട് നമ്മൾ ചെറിയൊരു പാൻ ആയതുകൊണ്ട് അപ്പോൾ നമ്മൾ 3 പീസ് അങ്ങനെ വെച്ച് നമ്മളത് ഫ്രൈ ചെയ്ത് ഏകദേശം സെറ്റായിട്ടുണ്ട്. അപ്പോൾ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ ഫിഷ് നിർവാണയുടെ മെയിൻ ഘട്ടമാണ് കേട്ടോ. സൂക്ഷിച്ച് നോക്കിക്കോണം. ഒരു വലിയ ഉരുളിയിൽ നമ്മൾ മീനെല്ലാം പീസെല്ലാം അതുപോലെ വട്ടത്തിൽ അടുക്കി വെച്ചിട്ടുണ്ട്. അതായത് ഒന്നിൻ്റെ മേളിൽ ഒന്ന് വെക്കാതെ തന്നെ നല്ല വിരിച്ച് നമ്മൾ ഇതുപോലെ നമ്മൾ അത്തപ്പം ഇടുന്ന പോലെ നമ്മൾ മീൻ നല്ല അടുക്കി വെച്ചിട്ടുണ്ട്. കാരണം നമുക്ക് എല്ലാ മീനിൻ്റെ അതിലേക്കും നമുക്ക് തേങ്ങാപ്പാലിൻ്റെ ഒരു ഫ്ലേവർ കിട്ടണം. അപ്പോൾ ഇങ്ങനെ വേണം നമ്മൾ അടുക്കി വെക്കാൻ വേണ്ടി. അതിനുശേഷം നമുക്കിതിലേക്ക് വേണ്ട ഐറ്റംസ് ആഡ് ചെയ്യാം. അതായത് നമ്മൾ ഇഞ്ചി സ്ലൈസായിട്ട് അരിഞ്ഞ നമ്മൾ കുറച്ച് ആവശ്യത്തിന് നമ്മളിടുക. അതുപോലെ തന്നെ മാങ്ങ, നമുക്ക് ചെറിയ മാങ്ങ നമ്മൾ അരിഞ്ഞത് നമ്മൾ ഇതിലേക്ക് ഇടുക. പച്ചമാങ്ങ അരിഞ്ഞിട്ടതിന് ശേഷം നമ്മൾ കറിവേപ്പിലയും പച്ചമുളകും അരിഞ്ഞിട്ടതുകൂടെ നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് ഇടുന്നു. ഈ മാങ്ങയുടെയൊക്കെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇത് കുറച്ച്, അതായത് നമ്മൾ ഈ ഫിഷ് നിർവാണയുടെ ആ ഗ്രേവിയിലാണ് ഇതിൻ്റെ എല്ലാ ഫ്ലേവർ കിട്ടുന്നത്. അപ്പോൾ അതിനുശേഷം നമ്മൾ നമ്മുടെ കറിവേപ്പിലയും പച്ചമുളകും ഇട്ടു. അതിൻ്റെ ഏറ്റവും അവസാനം നമ്മൾ ചെറുള്ളി അരിഞ്ഞതും കൂടെ ഇട്ടിട്ടുണ്ട്. അതിനുശേഷം ഒരു 2 മിനിറ്റ് ഒരു കുറച്ച് സ്വല്പം കഴിഞ്ഞിട്ട് കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന തേങ്ങാപ്പാൽ ഇതിലേക്ക് ഒഴിക്കുന്നു. തേങ്ങാപ്പാൽ ഒഴിക്കുമ്പോൾ എല്ലാ ഫിഷിൻ്റെ പീസിനും മുകളിലായിട്ട് തേങ്ങാപ്പാൽ നിൽക്കണം. എന്നിട്ട് വേണം നമ്മൾ ഇത് ചൂടാക്കാൻ. അങ്ങനെ തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം നമ്മൾ വേറെ പാത്രമൊന്നും എടുക്കുന്നില്ല. നമ്മൾ ഇല കൊണ്ട് തന്നെ നമ്മളത് മൂടി വെക്കുവാണ്. കാരണം ഒരു വാഴയിലയുടെ ഒരു ഫ്ലേവറോടെ കിട്ടാൻ വേണ്ടിയാണ് നമ്മളത് വെക്കുന്നത്. അങ്ങനെ നമ്മൾ ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ 10-20 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്ക് നമ്മുടെ നിർവാണ തിളച്ച് പൊങ്ങിയപ്പോൾ തന്നെ നമ്മൾ ഓഫ് ചെയ്യുവാണ്. അപ്പോൾ തന്നെ നമ്മുടെ തേങ്ങാപ്പാൽ ഇങ്ങനെ തിളയ്ക്കുമ്പോൾ തന്നെ നമ്മൾ ഓഫ് ചെയ്യണം. എന്നിട്ട് അവസാനമായിട്ടുള്ള പരിപാടിയാണ് ഒരു സ്പൂണ് കുരുമുളക് പൊടി മുകളിലേക്ക് വിതറുന്നു. അതിനുശേഷം നമ്മുടെ നാടൻ വെളിച്ചെണ്ണയും കൂടെ അതിൻ്റെ മുകളിലേക്ക് ഇട്ടിട്ട് ക്ലോസ് ചെയ്യുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ഫിഷ് നിർവാണ. ഓടിപ്പോയി കഴിക്കരുത്. അതൊരു 10 മിനിറ്റ് ഇരുന്നോട്ടെ. ഒന്ന് സെറ്റായി കഴിയുമ്പോൾ നമുക്കെടുക്കാം. ഫിഷ് നിർവാണയ്ക്ക് നമ്മൾ എടുത്തിരിക്കുന്നത് അപ്പമാണ്, പാലപ്പമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ പാലപ്പം കൂടെ ഇതിൻ്റെ കൂടെ റെഡിയാകുന്നുണ്ട്. അപ്പോൾ പാലപ്പവും ഫിഷ് നിർവാണയും കൂടെ ആദ്യം കഴിച്ചിട്ട് നമ്മൾ ചോറ് കഴിക്കാൻ വേണ്ടിയാണ് ഇരിക്കുന്നത്. അപ്പം ആദ്യം നമ്മൾ പാലപ്പവും ഫിഷ് നിർവാണയും കൂടെ കഴിക്കാൻ വേണ്ടി പോകണം കേട്ടോ. അല്ലേ, എങ്ങനെയുണ്ട് നമ്മൾ ഉണ്ടാക്കിയ ഫിഷ് നിർവാണ? അല്ലേ? അപ്പൊ അതാണ് നമ്മുടെ ഫിഷ് നിർവാണ ഉണ്ടാക്കിയ നമ്മുടെ ലീനയും നെസഞ്ഞാണ്ടും കൂടെ. അല്ല, നിങ്ങൾ തന്നെ പറയണം എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടിയാണ്. അടിപൊളി. നമ്മള് വീഡിയോയിൽ മാത്രം കണ്ടിട്ടുള്ളൂ, നമ്മൾ ആദ്യമായിട്ട് ഉണ്ടാക്കും അല്ലേ നെസഞ്ഞേട്ടാ? പിന്നെ തീർച്ചയായിട്ടും നമ്മൾ ആദ്യമായിട്ട് പരീക്ഷിച്ച ഒരു സംഭവമാണ്. കൊള്ളാം അല്ലേ? അടിപൊളി. സത്യസന്ധമായിട്ട് പറയണം കേട്ടോ. സൂപ്പർ. സ്വന്തമായിട്ട് നമ്മുടെ വീട്ടിലുണ്ടാക്കുന്നത് അടിപൊളിയായിട്ടുണ്ട് അല്ലേ? നമ്മള് ഹോട്ടലിൽ നിന്ന് മേടിക്കുന്നേക്കാൾ അടിപൊളിയല്ലേ? പിന്നല്ലാതെ. നെറ്റി എങ്ങനെയുണ്ട് അല്ലേ? ഫിഷ് നിർവാണ നേരത്തെ കഴിച്ചിട്ടുണ്ടോ? ഫസ്റ്റ് ടൈം അല്ലേ? അടിപൊളി. കോര് മുതലാളി. അങ്ങനെ അവസാനം നമ്മള് അതിന്റെ പീസ് എടുക്കാൻ വേണ്ടി പോവാണ്. ഫ്രണ്ട്സ്, അപ്പോൾ ഉണ്ടല്ലോ നമ്മുടെ ഷെഫുള്ള നമ്മളെ പരിചയപ്പെടുത്തിയിട്ടുള്ള നമ്മുടെ ഫിഷ് നിർവാണം നമ്മൾ ഉണ്ടാക്കിയിരിക്കുകയാണ്. അപ്പൊ അത്ര ഒന്നും ഒക്കുമോ നമുക്കറിയത്തില്ല. പക്ഷേ ഉണ്ടല്ലോ കഴിച്ചവരെല്ലാവരും നല്ല അഭിപ്രായം പറയുന്നുണ്ട്. നമ്മൾ തന്നെ വീട്ടിൽ തന്നെ നമ്മൾ ഇത് ഉണ്ടാക്കുമ്പോണ്ടല്ലോ പ്രത്യേക ടേസ്റ്റും കാര്യങ്ങളൊക്കെയാണ്. നമ്മൾ കഴിച്ചു നോക്കാൻ വേണ്ടി പോവാണ്. അതിൻ്റെ കൂടെ പാലപ്പമാണ്. പാലപ്പവും നമ്മുടെ നെയ്മീൻ ഒരു പീസ് കൂടെ കൂട്ടിയിട്ട് ചുമ്മാ പറയുന്നല്ല കേട്ടോ. ശരിക്കും നമ്മളാ ഉണ്ടാക്കിയപ്പോഴിട്ട ഒരു മാങ്ങയുടെ ഒക്കെ ഒരു സ്ലൈസിന്റെ ഒക്കെ ഒരു ശരിക്കും ഫ്ലേവർ ഇപ്പോഴാണ് നമുക്ക് കിട്ടുന്നത്. അടിപൊളി,
സൂപ്പർ. ഫ്രണ്ട്സ്, അപ്പൊ നമ്മളെ ഫിഷ് നിർവ്വാണയൊക്കെ കഴിച്ചു കേട്ടോ. അടിപൊളിയായിരുന്നു. നമ്മളെ ഹോട്ടലിലൊക്കെ പോയി കഴിക്കുന്ന പോലെ ഒന്നും അല്ല, ശരിക്കും എന്നാ പറയാ, നിങ്ങൾ ശരിക്കും ആസ്വദിച്ച് കഴിച്ചെന്ന് തന്നെ പറയാം. എങ്ങനെയാണ് ഫിഷ് നിർവ്വാണ? ഋജേഷ് ഹോട്ടലിൽ പോയി കഴിച്ചു, എങ്ങനെ ഉണ്ടായിരുന്നു? അതിനേക്കാൾ നല്ലല്ലേ? അതെ അല്ലേ? നമ്മൾ ഒരുമിച്ച് ഉണ്ടാക്കുമ്പോൾ കഴിക്കുമ്പോഴൊക്കെ ഭയങ്കര രസമാണ്. അപ്പൊ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുന്ന നമ്മൾ വിചാരിക്കുന്നു. കുവൈറ്റിലെ പുത്തൻ കാഴ്ചകളായിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെയും ബൈ ബൈ.